നമ്മൾ മലയാളികൾ ഒട്ടേറെ തട്ടിപ്പുകൾ കണ്ടിട്ടുള്ള ആളുകളാണ്. ആട്, തേക്ക്, മാഞ്ചിയം, ഹൈറിച്ച് തുടങ്ങി ഒട്ടേറെ ജ്വല്ലറി തട്ടിപ്പുകൾ വരെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടാൽ കാറ് കൊടുക്കുന്ന തട്ടിപ്പുകാരും ഇവിടെയുണ്ട്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ലേല ആപ്പ് എന്ന തട്ടിപ്പാണ് സേവ് ബോക്സ്. 2 വർഷം മുമ്പ് ഏറെ വിവാദമായ കേസാണ് സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ്. ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്നാണ് പരാതി. ഇപ്പോൾ നടനും സംരംഭകനുമായ സ്വാതിക് റഹീം നടത്തിയ സേവ് ബോക്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തതോടെ 2 വർഷം പഴക്കമുള്ള കേസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. തൃശൂരിലെ പഴയകാല സിനിമാ വിതരണക്കാരൻ പൂനം റഹീമിന്റെ മകനാണ് സ്വാതിക് റഹീം. സിനിമയിലെ പ്രോജക്ട് ഡിസൈനറായും അഭിനേതാവായും അറിയപ്പെട്ടിരുന്ന വ്യക്തി കൂടിയാണ് ഇയാൾ. എന്നാൽ സിനിമയിലെ തന്റെ ബന്ധങ്ങൾ മറയാക്കിയാണ് സ്വാതിക് സേവ് ബോക്സിനെ പ്രൊമോട്ട് ചെയ്തത്. 40,000 രൂപ വിലയുള്ള ലാപ്ടോപ്പ് 1 രൂപയ്ക്ക് ലേലം തുടങ്ങാം എന്നായിരുന്നു വാഗ്ദാനം. ലേലത്തിൽ പങ്കെടുക്കാൻ ഉപഭോക്താക്കൾ പണം നൽകി വെർച്വൽ കോയിനുകൾ വാങ്ങണം. അതിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ സമ്പാദിച്ചത്. സേവ് ബോക്സ് സ്റ്റോറുകൾ തുടങ്ങാമെന്നും മാസം 25 ലക്ഷം രൂപ വരെ ലാഭം നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് 100-ൽ അധികം ആളുകളിൽ നിന്നായി ഏകദേശം 20 കോടി രൂപ തട്ടിയെടുത്തു. 25,000 രൂപ നിക്ഷേപിച്ചാൽ മാസം 5 ലക്ഷം രൂപ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യുവാക്കളെയും ഒട്ടേറെ പ്രവാസികളെയും ഇയാൾ വലയിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് നടൻ ജയസൂര്യ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റിയത്. സിനിമാ നടികൾ അടക്കമുള്ള സെലിബ്രിറ്റികളെ പങ്കെടുപ്പിച്ച് വലിയ ഷോകൾ നടത്തുകയും ചെയ്തു. ഉദ്ഘാടനത്തിനെത്തിയ താരങ്ങൾക്ക് പഴയ ഐഫോണുകൾ പുതിയ പെട്ടിയിലാക്കി സമ്മാനം നൽകി പറ്റിച്ചതായും ചില പരാതികളുണ്ട്. ഇതിനു മുന്നേയും സ്വാതിക് തട്ടിപ്പ് രംഗത്തുണ്ടായിരുന്നു. തൃശൂർ വടക്കാഞ്ചേരി മേഖലകളിലെ സ്റ്റുഡിയോകളിൽ നിന്ന് വില കൂടിയ ക്യാമറകളും ലെൻസുകളും വാടകയ്ക്ക് എടുക്കുകയായിരുന്നു ഇയാളുടെ പതിവ്. ആദ്യം ഒരു ക്യാമറ എടുത്ത് കൃത്യസമയത്ത് തിരികെ നൽകി സ്റ്റുഡിയോ ഉടമകളുടെ വിശ്വാസം നേടും. പിന്നീട് കൂടുതൽ ക്യാമറകൾ ചോദിക്കും. ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറകളും ലെൻസുകളും വാടകയ്ക്കെടുത്ത് മുങ്ങിയ ഇയാൾക്കെതിരെ 2015-ൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ ബിസിനസ്സുകാരനായെന്ന് അവകാശപ്പെട്ട ഇയാൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്ലാസുകളും എടുത്തിരുന്നു. കാരവൻ ടൂറിസം, ക്രിപ്റ്റോ എക്സ്ചേഞ്ച്, റോബോട്ടിക് ട്രേഡിംഗ് എന്നിങ്ങനെ ആളുകളെ പറ്റിക്കാൻ പല അടവുകളും ഇയാൾ എടുത്തിരുന്നു. സിനിമയിൽ സംവിധായക മോഹവുമായി നടക്കുന്നതിനിടെയാണ് സിനിമാ ബന്ധങ്ങൾ മറയാക്കി സേവ് ബോക്സ് തട്ടിപ്പിലേക്കും മറ്റും ഇയാൾ നീങ്ങുന്നത്. 2023 ജനുവരിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്വാതിക് റഹീമിനെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഈ കേസിൽ ഇഡി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ജയസൂര്യ പറയുന്നത് സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് തട്ടിപ്പുമായി തനിക്ക് ബന്ധം ഇല്ലെന്നാണ്. ഇഡി ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആപ്പിന്റെ പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത്. പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് കരാർ പ്രകാരം നൽകേണ്ട തുക തനിക്ക് മുഴുവനായി ലഭിച്ചിട്ടില്ല എന്നും കൂടെ ജയസൂര്യ പറയുന്നു. സേവ് ബോക്സ് ആപ്പിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളൊന്നും തനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആപ്പുമായി ബന്ധപ്പെട്ട് ജയസൂര്യക്ക് എന്തെങ്കിലും ബിസിനസ് പങ്കാളിത്തം ഉണ്ടോ എന്ന കാര്യവും അന്വേഷണം നടക്കുകയാണ്. ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് ബ്രാൻഡ് അംബാസഡറായിരുന്നു ജയസൂര്യ. 2 കോടിയോളം രൂപ ജയസൂര്യക്ക് സ്വാതിക് റഹീം വാഗ്ദാനം ചെയ്തിരുന്നതാണ് വിവരം. മറ്റ് പല സിനിമാ താരങ്ങളും ആപ്പിന്റെ പ്രചാരണത്തിൽ സോഷ്യൽ മീഡിയയിൽ ഭാഗമായിരുന്നു. സ്വാതികിനും ജയസൂര്യക്കുമിടയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച ശേഷമാണ് ജയസൂര്യയെ ഇഡി വിളിപ്പിക്കുന്നത്. ഡിസംബർ 24-നും ജയസൂര്യ ഇഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. കഴിഞ്ഞ ദിവസം ജയസൂര്യയുടെ ഭാര്യ സരിതയും മൊഴി നൽകാനെത്തി. ജയസൂര്യ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സരിതയാണ്. അതുകൊണ്ടാണ് അന്വേഷണം സരിതയിലേക്കും എത്തിയത്. സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കുക, നല്ല പ്രതിഫലം വാങ്ങുക. എന്നാൽ ഏതെങ്കിലും പരസ്യത്തിന് ഓഫർ ചെയ്യുമ്പോൾ ചാടികേറി അഭിനയിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. ഈ താടിയുള്ള ലാൽ ഉൾപ്പെടെ പല സിനിമാ താരങ്ങളും ഓൺലൈൻ ഷീട്ടുകളുടെ പരസ്യത്തിൽ വരുന്നതും ആളുകളുടെ തെറികേട്ട് പോകുന്നതുമൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. ബ്രാൻഡ് അംബാസഡർ ആകുക എന്നത് കുറ്റകരമായ കാര്യമല്ല. പക്ഷേ തട്ടിപ്പ് കമ്പനികൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോയാൽ ഇതുപോലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് സ്വാഭാവികമാണ്.